നമസ്കാരം. RSS ശതാബ്ദി സമ്മേളനത്തിൽ ആശംസയുമായി CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗവും യാക്കോബായ പള്ളി വികാരിയുമായ വൈദികൻ. കൂത്താട്ടുകുളം വടകര സെന്റ് ജോൺസ് മുത്തപ്പൻ യാക്കോബായ ഇടവക വികാരി ഫാദർ പോൾ തോമസ് പീച്ചിയിലാണ് RSS വേദിയിലെത്തിയത്. RSS കൂത്താട്ടുകുളം മണ്ഡലം സംഘടിപ്പിച്ച യോഗത്തിലാണ് വൈദികൻ അധ്യക്ഷനായി തന്നെ പങ്കെടുത്തത്. RSSന്റെ സേവനങ്ങളെ പുകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ആദ്യമായാണ് വേദി പങ്കിടുന്നതെന്ന് ഫാദർ പോൾ തോമസ് പീച്ചിയിൽ പറഞ്ഞു. തന്നെ സ്നേഹിക്കുന്നവർ RSSൽ ഉള്ളതുകൊണ്ടും സ്നേഹത്തോട് ക്ഷണിച്ചതുകൊണ്ടുമാണ് പങ്കെടുത്തത്. ഭാരതാംബയുടെ മക്കളായി ഭാരതത്തിൽ ഒരുമിച്ച് ജീവിക്കണമെന്നും അധർമ്മത്തിനെതിരെ ഒരുമിച്ച് പോരാടണമെന്നും ഫാദർ പോൾ തോമസ് പീച്ചിയിൽ പറഞ്ഞു. പല നിറമാണെങ്കിലും രാജ്യത്തിന്റെ വിജയത്തിനായി ഒന്നിക്കണമെന്ന് ഫാദർ പോൾ തോമസ് ഹൈസ്കൂൾ മൈതാനത്ത് നടന്ന യോഗത്തിൽ സംസാരിച്ചു. ഗണഗീതം ആലപിച്ച് അദ്ദേഹം പ്രസംഗം കൊഴുപ്പിക്കുകയും ചെയ്തു. RSS നടത്തുന്ന സാമൂഹ്യ ഇടപെടലും അവരുടെ അടുക്കും ചിട്ടയും ശ്ലാഘനീയമാണ്. സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ തികച്ചും മനുഷ്യത്വപരമാണ്. ആചാരപ്രകാരം ഏത് കാലത്തിനും വിജയദശമി നല്ല ദിവസമാണെന്നും അദ്ദേഹം പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. CPM ഉപ്പുകണ്ടം ബ്രാഞ്ച് അംഗമാണ് ഫാദർ പോൾ തോമസ്. എല്ലാ CPM പരിപാടികളിലെയും സ്ഥിര സാന്നിധ്യവുമാണ്. സഭാ തർക്കവേളയിൽ യാക്കോബായ സഭാ വിഭാഗത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലെ മുൻനിര പോരാളിയുമായിരുന്നു അദ്ദേഹം. പാർട്ടിയിൽ അംഗത്വമുള്ള വൈദികൻ നേതൃത്വത്തിന്റെ അറിവോടെയാണോ പരിപാടിയിൽ പങ്കെടുത്തതെന്ന് നിലവിൽ വ്യക്തതയില്ല.